റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ അറസ്റ്റ് തടയുകയാണ് ഹൈക്കോടതി. ഹർജിയിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഈ ഹൈക്കോടതി നടന്ന വാദത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിഷ്ണു, മറ്റു വിവരങ്ങൾ. സുഹൃത്തുക്കളെ, വേടൻ എങ്ങനെയെങ്കിലും പിടിച്ചകത്തിടണമെന്ന് നമ്മുടെ കേരളത്തിലെ ചില സവർണ മൂരാച്ചികൾക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. വേടൻ ഇനി പാടാൻ പാടില്ല. വേടൻ ഈ പാട്ട് പാടുന്നത് മുഴുവൻ ഇവിടെ ചില സവർണ മുരാജികൾക്ക്, പച്ചമലത്ത് പറഞ്ഞ സംഖ്യകൾക്ക് പിടിക്കുന്നില്ല. അപ്പോഴാണ് എവിടുന്നൊക്കെയോ പൊക്കിക്കൊണ്ടുവരുന്ന ചില ആളുകളൊക്കെ വെച്ചിട്ട് നേരിട്ടും അല്ലാതെയും പെണ്ണ് കേസുമായിട്ട് തകർത്ത് കളഞ്ഞാലോ വേടനെന്ന് ചില ആളുകളൊക്കെ അങ്ങോട്ട് വിചാരിച്ചു കളഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് പണ്ടെങ്ങാണ്ടോ പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അന്ന് അത് ലൈംഗിക ബന്ധമല്ല, അന്ന് അദ്ദേഹം എന്നെ ചെയ്തത് ബലാത്സംഗമായിരുന്നു എന്ന രീതിയിൽ ഒരു കേസ് ഒരു ഡോക്ടറെ വക വന്നത്. അവിടെ തീരുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് സ്വന്തമായിട്ട് ഫ്ലാറ്റ് പോലും ഇല്ലാതിരുന്ന, ഒരു പാട്ടിറക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിരുന്ന, ദിവസക്കൂലിക്ക് പോരുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ എറണാകുളത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ട് പെൺകുട്ടികൾ ഒരേ സമയം DGPക്ക് കേസ് നൽകുന്നത്. ആ കേസ് പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടി കൊടുക്കുമെന്ന രീതിയിലൊക്കെയായിരുന്നു കേസുകൾ വന്നത്. അപ്പോഴെല്ലാം വേടൻ നിശബ്ദമായിട്ട് എവിടെയോ ഒളിവിലായിരുന്നു. സംഖ്യകളൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഇത് കണ്ടില്ലേ, നമ്മുടെ രാമനെ കുറ്റം പറഞ്ഞു, രാമായണ മാസം മുഴുവൻ വേടൻ ഒളിവിൽ പോകേണ്ടി വന്നു എന്നീ തരത്തിലുള്ള നമ്പ്യാര് ഭാഷ ആ എഴുത്തുകളൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണുകയുണ്ടായി. എന്റെ സുഹൃത്തുക്കളെ, ഇപ്പോഴെല്ലാം വേടൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരൊറ്റ കാര്യം, ഇതെല്ലാം ഫേക്ക് ആണ്, എനിക്കെതിരുള്ള ഫേക്ക് ആരോപണങ്ങളാണ്, ഞാൻ ഇതിനെ നേരിടും, നിയമപരമായി മാത്രം ഞാൻ നേരിടും. അവരുമായിട്ട് എനിക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു, മറ്റു വിഷയങ്ങളൊന്നും എന്നെ പറ്റി സംഭവിച്ച കാര്യങ്ങളല്ല. അവരുമായിട്ട് പ്രണയബന്ധവും അവരുമായിട്ട് ലൈംഗിക ബന്ധവും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് തെറ്റൊന്നുമില്ല. പക്ഷേ അതൊരിക്കലും നടന്നത് ബലാത്സംഗമല്ല എന്ന് വേടൻ ആവർത്തിച്ച് പറയുമ്പോഴും വേടൻ എങ്ങനെയെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു നമ്മുടെ കേരളത്തിലെ മറുനാടൻ മലയാളി അടക്കമുള്ള ചില ആളുകളുടെ ഒരു ലക്ഷ്യങ്ങൾ, അവരുടെ തോന്നലുകൾ. എന്തായാലും ഇപ്പോഴാ കോടതി നേരിട്ട് പറഞ്ഞിരിക്കുന്നു ഒരൊറ്റ കാര്യം, വേടനെ അറസ്റ്റ് ചെയ്തു പോകരുത്. അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമൊന്നും വേടന്റെ കൈവശത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും മറ്റു വിവരങ്ങളിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കിപ്പോവാം. ഇന്നലെയാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ കോടതി അനുമതി നൽകിയത്. പരാതിക്കാരി ഇന്ന് തന്റെ ഭാഗം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. അത് പൂർണ്ണമാക്കിയില്ല. നാളെ കൂടി ഹർജി പരിഗണിക്കുമ്പോൾ ബാക്കി ഭാഗം കൂടി പറയുമെന്ന് മനസ്സിലാക്കുന്നു. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പരാതിക്കാരി വ്യക്തമാക്കിയത് തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു, തന്നെ കബളിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മനസ്സിലല്ലേ? അപ്പോൾ ഇത് ഈ പറയുന്ന ഹർജിക്കാരെന്ന് പറയുന്ന ആ ഡോക്ടറാണ് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ചൂഷണം ചെയ്തു പറഞ്ഞപ്പോൾ കോടതി അതിന് പറഞ്ഞ ഒരു ഉത്തരം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അത് ഇങ്ങനെയാണ്: വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി, ബന്ധം പിരിഞ്ഞെന്ന് വെച്ച് ലൈംഗിക ബന്ധം ബലാത്സംഗമാകില്ലെന്ന് കോടതി. കേസിൽ നാളെയും വാദം തുടരും. എന്തായാലും വാദം കഴിയുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് വേടന് നേരെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും എന്നുകൂടി ഇതിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. വേടന്റെ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനത്തെ ചില പരാമർശങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ നടക്കുന്ന സമയത്ത് വേറെ ചില പോസ്റ്റുകൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ പേര്, അവരുടെ പേര് മറന്നു പോകുന്നു. എന്തുകൊണ്ട് ഞാൻ മറന്നു പോകുന്നു? എന്തായാലും ഒരു സ്ത്രീകലാ സംഘത്തിലായിക്ക് ഒരു സ്ത്രീ എഴുതിയിട്ടുള്ള സംഗതിയാണ്. നിരുപാധികം വേടന് തന്നെ എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. നിങ്ങളത് വായിക്കണം എന്നുള്ളത് തന്നെയാണ്. നോക്കിക്കോളൂ. ഇത് വേടൻ എന്റെ വീട്ടിൽ വന്ന ദിവസം എടുത്ത ചിത്രമാണ്. എനിക്ക് വർഷങ്ങളായി വേടൻ എന്ന വ്യക്തി അറിയാം. ഇതുപോലെ ഒരു നല്ല ജെനുവിൻ സോൾ ഞാൻ കണ്ടിട്ടില്ല. ഇത് എഴുതിയിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. വേടന്റെ ജാമ്യം പരിഗണിക്കുന്ന അന്ന് തന്നെ കൃത്യമായി 2 യുവതികൾ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ ഉള്ളിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ഉറപ്പല്ലേ? കൃത്യമായിട്ടും ഗൂഢാലോചന ഉണ്ട്. അത് സംഖ്യകളിൽ നിന്ന് തന്നെ ആയിരിക്കണം ഈ ഗൂഢാലോചന വന്നിട്ടുണ്ടായിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്തായാലും വേടൻ ഇനി പൊളിറ്റിക്സ് പറയരുത്.
വേടൻ ഇനി പാടരുത്. ഇനി പുതിയ പിള്ളേർ ഒരിക്കലും അംബേദ്കറിനെ കുറിച്ചോ അയ്യങ്കാളിയെ കുറിച്ചോ അറിയരുത്. ഇനി വേടൻ ഉണ്ടായി വരരുത്, ഇനി ഒരു വേടനും ഉണ്ടായി വരരുത്. ഇതാണ് കൃത്യമായിട്ടുള്ള അജണ്ട. വേടൻ പാടരുതെന്നും വേടൻ പറയുന്ന ഈ അംബേദ്കറിസം ഒരാളും പറയരുതെന്നും ആരും കേൾക്കരുതെന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ BJP സംഘപരിവാരുകാരാണ്. അപ്പോൾ ആരായിരിക്കും ഇവനെതിരെ ഈ കേസുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന്, അല്ലെങ്കിൽ എല്ലാ പരാതികളുമായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ അജണ്ടയ്ക്ക് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. ഈ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നവർ സ്വന്തം രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പാടിയ ഒരാളെയാണ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇനി ആരെങ്കിലും ശബ്ദിക്കാൻ തയ്യാറാകുമോ? ആരെങ്കിലും ശബ്ദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരാളെയാണ് ഇല്ലാണ്ടാക്കാൻ മൗനമായി നിൽക്കുന്നവർ ഈ കൂട്ട് നിൽക്കുന്നത്. സംഘപരിവാറിന്റെ ദുഷിച്ച കാലത്ത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതെയാക്കാൻ അവർ പല നാടകങ്ങളും മറക്കും. അങ്ങനെ ഒരു നാടകമാണ് ഇത്. എനിക്ക് നന്നായി അറിയാം. പെണ്ണുങ്ങളെ ഇറക്കി ഉള്ള കേസാകുമ്പോൾ ആരും കൂടെ നിൽക്കല്ലേ എന്നും ഇതിന്റെ പുറകിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും വേടനെ ഞാൻ തള്ളി പറയില്ല. വേടനൊപ്പം മാത്രം എന്നാണ് ഇവർ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് കാര്യം ഇത്രയാണ്. ഈ നടക്കുന്നതെല്ലാം വേടൻ എന്ന് പറയുന്ന മനുഷ്യനെ, ആ ഒരു പാട്ടുകാരനെ നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാരുകാരുടെ കുഴലൂത്ത് മാത്രമാണെന്നർത്ഥം. സുഹൃത്തുക്കളെ, ബൈ.